ഹായ് ഗൈസ്. സോ മുമ്പത്തെ സെഷനിൽ നമ്മൾ HOC ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ അത് തിയററ്റിക്കലി നമ്മൾ ശരിയാണെന്ന് വിചാരിച്ചെങ്കിലും പ്രാക്ടിക്കലി നമ്മൾ ബ്രൗസറിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് വിചാരിച്ച പോലെ വർക്ക് ആവുന്നുണ്ടായില്ല. ഓക്കെ, സോ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഡാഷ്ബോർഡ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ലോഗൗട്ട് ചെയ്തിട്ടും നമുക്ക് ഡാഷ്ബോർഡ് തന്നെ കാണുന്നുണ്ട്. സോ അതായത് ഒതൻറ്റിക്കേഷൻ ചെക്ക് നമ്മൾ വിചാരിച്ച പോലെ വർക്കായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ നിന്ന്. ഓക്കെ, സോ അത് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അതെന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലൈഫ് സൈക്കിൾ മെത്തേഡിൽ ഒന്ന് കൺസോളിലൊക്കെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിരുന്നു നമ്മുടെ റിക്കറോത്തിൽ ലൈഫ് സൈക്കിൾ മെത്തേഡിൽ. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ console.log ഓക്കെ, എന്നിട്ട് ഞാൻ this.props.loading this.props.data.user ഒന്ന് ആഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് ബ്രൗസറിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇൻസ്പെക്ട് ലോഗിൻ എന്നിട്ട് test@dxt.com നമ്മൾ ലോഗിൻ ചെയ്യുകയാണ്. ക്രെഡൻഷ്യൽസൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുക. എന്നിട്ട് ഒന്ന് റീലോഡ് ചെയ്തേക്കാം. ഞാൻ റീലോഡ് ചെയ്യാൻ മറന്നുപോയി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. ആക്ച്വലി നമ്മുടെ ഇവിടെ ദിസ്സാണ് കോപ്പി ചെയ്ത പ്രശ്നം പറ്റിയതാണ്. ഒന്ന് റീലോഡ് ചെയ്തതാണ്. ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ റീലോഡ് test@dlst.com പാസ്വേഡ് നമ്മൾ കൊടുത്തു. എന്നിട്ട് സബ്മിറ്റ് എടുത്തു. ഓക്കെ, നമ്മൾ കൺസോൾ നമുക്ക് ഡാറ്റ കിട്ടി. ഇപ്പം ഇനീഷ്യലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ലോഡിങ് ഫോൾസ് ആണ്, നമുക്ക് ഡാറ്റ കിട്ടി. ആ യൂസർ നമ്മൾ ലോഗിൻ ചെയ്ത യൂസറിൻ്റെ ഡാറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്വറി കംപ്ലീറ്റ്ലി നമുക്ക് സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ ചെയ്ത ക്വറി സക്സസ് ആയിട്ടുണ്ട്, നമുക്ക് ഡാറ്റ കിട്ടുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ക്വറി കംപ്ലീറ്റ് ആയിട്ട് ലോഡായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോൾസ് കിട്ടുന്നത്. പിന്നെ കറണ്ട് യൂസറിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കറൻ്റ് കിട്ടുന്നുണ്ട്. എന്നിട്ട് എഴുതി ലോഗിൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇനി ലോഗ് ഔട്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ റീഡയറക്റ്റ് ഡാഷ്ബോർഡിലേക്ക് റീഡയറക്റ്റ് ചെയ്തു. ഇത് പോസിറ്റീവ് സിനാരിയോ ആണ്, നമുക്ക് വർക്ക് ആവുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ചെക്ക് ചെയ്യുന്ന ലോഗ് ഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നടക്കണമെന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ ഞാനത് ലോഗ് ഔട്ട് ക്ലിക്ക് ചെയ്ത് തിയററ്റിക്കലി ഒരു വീഡിയോ റൺ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ലോഗ് ഔട്ട് ക്ലിക്ക് ചെയ്തു. സോ ലോഗ് ഔട്ട് ക്ലിക്ക് ചെയ്തു. സോ നമുക്ക് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ കുറേ വീണ്ടും റൺ ചെയ്യണം, പക്ഷേ കൺസോളിൽ നമുക്കൊന്നും കാണുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കമ്പോണൻറ്റ് ഡിഡ് മൗണ്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കമ്പോണൻറ്റ് സ്ക്രീനിൽ ആദ്യമായിട്ട് വരുമ്പോൾ മാത്രമേ ഇത് കോൾ ചെയ്യുള്ളൂ. ഫസ്റ്റ് ടൈം റെൻഡർ കഴിഞ്ഞാൽ മാത്രമേ ഇത് കോൾ ആവുള്ളൂ. പിന്നെ ഒരിക്കലും ഈ ഫംഗ്ഷൻ കോൾ ആവില്ല. ഓക്കെ, സോ ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് കമ്പൗണ്ട് അത് അൺമൗണ്ട് അല്ലെങ്കിൽ റീമൗണ്ട് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പൗണ്ട് ഡിഡ് വീണ്ടും റൺ ചെയ്യില്ല. അത് ശരിക്കും എന്ന് വെച്ചാൽ ഇത് കമ്പൗണ്ട് പോയിട്ട് രണ്ടാമത് കമ്പൗണ്ട് ലോഡ് ആകുമ്പോൾ ഇത് എന്നിട്ട് ഫസ്റ്റ് റെൻഡർ നടക്കുമ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ആവുള്ളൂ, കമ്പൗണ്ട് ഡിഡ് മൗണ്ട്. സോ ഇനീഷ്യലി ഫസ്റ്റ് റെൻഡറിങ് നടന്ന ശേഷം മാത്രമേ കമ്പൗണ്ട് ഡിഡ് മൗണ്ട് കോൾ ആവുന്നുള്ളൂ. പിന്നെ നമുക്കൊന്നും കോൾ ആവുന്നില്ല. ആക്ച്വലി ഈ ലൈഫ് സൈക്കിൾ കോൾ ആവില്ല. സോ അതാണ് ഇഷ്യൂ നമ്മുടെ. ഓക്കെ, ഇനി അതെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ സൊല്യൂഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതെങ്ങനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് കമ്പോണൻറ്റ് ഡിഡ് നമുക്ക് മതിയാകില്ല. അത് കുറേ അപ്ഡേറ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്നില്ല നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനത് ചേഞ്ച് ചെയ്യാണ്, ഈ ലൈഫ് സൈക്കിൾ ചേഞ്ച് ചെയ്യാണ്. ഞാൻ ചേഞ്ച് ചെയ്യുന്ന ലൈഫ് സൈക്കിൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പോണൻറ്റ്
വിൽ അപ്ഡേറ്റ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ ക്ലാസ് ബേസ്ഡ് കമ്പോണൻ്റ് ആയതുകൊണ്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫങ്ഷണൽ ബേസ്ഡ് ആണെങ്കിൽ വേണമെങ്കിൽ ലൈക്ക് ഈ കമ്പോണൻസ് നിങ്ങൾക്ക് യൂസ് എഫക്റ്റ് വെച്ചിട്ട് കറസ്പോണ്ടിങ്ങിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ഞാൻ സേവ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ലോഗൗട്ട് വർക്കാവുന്നില്ല. കാരണം സിമ്പിളാണ്. കമ്പോണൻ്റ് വില്ല അപ്ഡേറ്റിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ടാവും, അത് ഞാൻ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയതാണ്. നെക്സ്റ്റ് പ്രോപ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. എന്ന് വെച്ചാൽ അപ്ഡേറ്റ് ആവാൻ പാടാണ് പുതിയ പ്രോപ്സ് ആണ് ഉള്ളത്. സോ പുതിയ പ്രോപ്സ് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ പഴയ പ്രോപ്സ് വെച്ചാൽ ചെക്ക് ചെയ്തിരുന്നത് അതിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ ഞാൻ ദിസ് ഡോട്ട് പ്രോപ്സിനെ നെക്സ്റ്റ് പ്രോപ്സ് ആക്കി, ഇവിടെയും ദിസ് ഡോട്ട് പ്രോപ്സിനെ ഞാൻ നെക്സ്റ്റ് പ്രോപ്സ് ആക്കി. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇത് വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആഡ് ചെയ്തു നെക്സ്റ്റ് പ്രോപ്സ് കൺസോളിൽ. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോപ്സ് എന്ന് പറഞ്ഞാൽ പുതിയ ഡാറ്റയാണ്, ദിസ് ഡോട്ട് പ്രോപ്സ് എന്ന് പറഞ്ഞാൽ പഴയ ഡാറ്റയാണ്. സോ നമ്മൾ കൊറി ലോഡായിട്ടില്ല, അല്ലെങ്കിൽ യൂസറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ റീഡയറക്റ്റ് ചെയ്യും, ലോഗിനിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കൊന്ന് റീലോഡ് ചെയ്താം. ലോഗിൻ കുഴപ്പമൊന്നുമില്ല. will update. ഓക്കെ, ഇപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ്ങിൽ വന്നിട്ടുണ്ട്, ഡാറ്റ ഒക്കെ വന്നിട്ടുണ്ട്. ഇനീഷ്യൽ നള്ളാണ്. ഇവിടെ നമുക്ക് ഈ ലോഗ്ഡ് ഇൻ യൂസറുടെ ലോഡ് ഇൻ ഫോൾസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി API കോൾ കംപ്ലീറ്റ് ആയി, പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. ഇനി കൺസോൾ ലോഗ് ക്ലിയർ ചെയ്യാം, എന്നിട്ട് ലോഗൗട്ട് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ ലോഗൗട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചാൽ ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ചെക്ക് ചെയ്യും, ഫോൾസ് യൂസർ ഡീറ്റെയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ലോഗിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ കമ്പോണൻറ്റ് മൗണ്ട് ആയ ശേഷം പിന്നെ അപ്പോളോ കൊറി റൺ ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറി റിസോൾവ് ആയപ്പോൾ നമ്മുടെ പ്രോപ്സ് അപ്ഡേറ്റ് ചെയ്യുന്നു. പ്രോപ്സ് അപ്ഡേറ്റ് ആകുമ്പോൾ കമ്പോണൻറ്റ് വിൽ അപ്ഡേറ്റ് റൺ ചെയ്യും ഓട്ടോമാറ്റിക്കലി. എന്നിട്ട് യൂസർ ഇല്ലയെന്നുണ്ടെങ്കിൽ റീഡയറക്റ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സിൽ നടക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ചെക്ക് ചെയ്തു. നമ്മൾ ഡാഷ്ബോർഡിൽ നിന്ന് ഞാനിപ്പോൾ കൊടുക്കാം. ഓക്കെ, കണ്ടോ ഡാഷ്ബോർഡ് നമ്മളിപ്പോൾ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ നോക്കിയാലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. സോ മേ ബി ഇപ്പോൾ നിങ്ങൾ പ്രൊഡക്ഷനിലൊക്കെ ആണെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ചിലപ്പോൾ കാണാൻ പറ്റിയിരിക്കും ഡാഷ്ബോർഡിൻ്റെ കമ്പോണൻറ്റ്. സോ കൊറി ഫിനിഷ് ആയാൽ ഉടനെ തന്നെ റീഡയറക്റ്റ് ചെയ്യും ലോഗിൻ പേജിലേക്ക്. അതൊരു പെർഫെക്റ്റ് ബിഹേവിയർ ആണ് ആക്ച്വലി. ഓക്കെ, സോ ലോഗിൻ ഞാൻ റീലോഡും ചെയ്ത് നോക്കി, ലോഗൗട്ടും ചെയ്ത് നോക്കി, നമ്മുടെ അപ്ലിക്കേഷനൊക്കെ ചെയ്തു. കറൻ്റ്ലി ഇപ്പോൾ സക്സസ്ഫുള്ളി വർക്ക് ആവുന്നത് നമ്മുടെ അപ്ലിക്കേഷനിൽ. സോ ഇപ്പോൾ നമുക്ക് കിട്ടുക വെച്ചാൽ ഈ നമ്മുടെ റിക്യൂറോത്തുനിന്നുള്ള HOC നന്നായിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ പെർഫെക്റ്റ്ലി വർക്ക് ആവുന്നുണ്ട്. ലോഗിൻ ഇല്ലെങ്കിൽ ഡാഷ്ബോർഡ് നമുക്ക് കാണിക്കാൻ പറ്റില്ല, കമ്പോണൻറ്റ് കാണാൻ പറ്റില്ല. ലോഗിൻ ചെയ്താലേ നമുക്ക് ഡാഷ്ബോർഡ് കമ്പോണൻറ്റ് കാണാൻ പറ്റുള്ളൂ. ലോഗൗട്ട് ചെയ്ത ഡാഷ്ബോർഡിൽ നിന്ന് എന്താ വെച്ചാൽ ലോഗിലേക്ക് റീഡയറക്റ്റും ചെയ്യുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് URL വഴി നമ്മളിവിടെ ഡാഷ്ബോർഡ് എന്നൊക്കെ വെച്ച് സെർച്ച് ചെയ്ത് കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് ലോഗിനിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഓക്കെ, ലോഗിൻ ചെയ്യാണ്ട് ഡാഷ്ബോർഡ് കാണാൻ പറ്റില്ല. സോ ഇതാണ് നമ്മൾ ചെയ്തത് ഇതുവരെ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തു വെച്ചാൽ HOC വെച്ചിട്ട് നമ്മുടെ ഈ GraphQL ഫുൾ സ്റ്റാക്ക് പോലെ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഒരു ലോഗിൻ, സൈനപ്പ്, പിന്നെ ലോഗൗട്ട്. സോ ഈ മൂന്ന് ഫങ്ഷനാലിറ്റിയും നമ്മളിപ്പോൾ കവർ ചെയ്തു. ഈ HOC ഡാഷ്ബോർഡിൽ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും പ്രൊട്ടക്റ്റഡ് പേജസിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ പേജ് ഉണ്ട്, സെറ്റിംഗ്സ് പേജ് ഉണ്ട്, നിങ്ങളുടെ അപ്ലിക്കേഷനിൽ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓക്കെ,
ഇങ്ങനെ ചെയ്താൽ മുഴുവൻ ഓതൻറ്റിക്കേഷൻ കമ്പോണൻസ് ഒക്കെ ഗാർഡ് ലഭിക്കും. ബേസിക്കലി ഒരു പ്രൊട്ടക്ഷൻ പോലെ ലഭിക്കും. സോ ലോഗിൻ ചെയ്താൽ മാത്രമേ അപ്പോൾ കറസ്പോണ്ടിങ് കമ്പൗണ്ട് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ അതൊരു ഫീച്ചറാക്കി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഈ സെക്ഷൻ മാത്രമല്ല എൻ്റെ GraphQLൻ്റെ ഈ സെക്ഷൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനീഷ്യലി നമ്മൾ ഫ്രണ്ട് എൻഡ് നോക്കി, പിന്നെ ബാക്ക് എൻഡ് നോക്കി, പിന്നെ ഇതിൽ നമ്മളൊരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ പോലെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു. ഡാറ്റാബേസിൽ DB നമ്മളൊരു റിമോട്ട് സെർവറിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് അവിടെ നമ്മൾ മൊങ്കോയിൽ നമുക്ക് ഡാറ്റ കിട്ടുന്നുണ്ട്. സോ ഈ സെറ്റപ്പ്സ് ഫുള്ള് കഴിഞ്ഞു. സോ ഇന്നത്തോടുകൂടി ഈ GraphQL സെക്ഷൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഇത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഈ കോഴ്സ് കുറച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ പിന്നെ ക്ലാസ് കമ്പോണൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫങ്ഷൻസ് യൂസ് ചെയ്യാം, ഫങ്ഷൻ കമ്പോണൻറ്റ് യൂസ് ചെയ്യാൻ റിയാലിൽ അത് നിങ്ങളുടെ സൈഡിൽ വർക്കൗട്ട് ചെയ്ത് നോക്കാം. പ്ലസ് CSS സ്റ്റൈലിങ്സ് ഒക്കെ ഞാനൊന്ന് ഓടിച്ചെടുത്തേക്കണേ, ലൈക്ക് കാരണം അത് നമ്മൾ ടോപ്പിക് അല്ലാത്തതുകൊണ്ട് ഞാനത് കവർ ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട്. ചുമ്മാ ഒരു സ്റ്റൈലിംഗ് പേരിന് കൊടുത്തു എന്ന് മാത്രം, നമ്മുടെ ആപ്ലിക്കേഷൻ ചുമ്മാ ലുക്കിന് വേണ്ടിയിട്ട് മാത്രം അത് കൊടുത്തു എന്ന് മാത്രം. സോ അതൊന്നും ഞാൻ ജസ്റ്റ് ഗോത്രൂ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഓക്കെ, സോ GraphQL സെക്ഷൻ ഞാനിവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങളിത് ഗോത്രൂ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കും ഇതുപോലെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഗോത്രൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ചെയ്തത് കുറച്ച് അധികം അപ്ഡേറ്റഡ് വെർഷൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്നതാണ്. ഓക്കെ, സോ അടുത്ത സെക്ഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ്സാണ് ഡീറ്റെയിൽ ആയിട്ടുള്ളത്. ഫ്രം എന്താ പറയുക ബേസിക്സ് ടു അഡ്വാൻസ്ഡ് പോലെ. അതും ഇതുവരെ കുറച്ച് ഇതിനേക്കാളും കുറച്ച് ലെങ്തി സെക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ബട്ട് വീഡിയോസ് എല്ലാം സെയിം പോലെ തന്നെ ഇടുന്നുണ്ടാവും. ലൈക്ക് ഡെയിലി ബേസിസിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മോസ്റ്റ്ലി 9 o'clock അത് ഡെയിലി വെച്ച് ഇടുന്നുണ്ടാവും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ സെക്ഷൻ്റെ വീഡിയോ ബേസിക്കലി ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ലാഗ്സോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ, പറഞ്ഞ ടോപ്പിക്സ് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഗോത്രൂ ചെയ്യുക. റിസോഴ്സസ് അവൈലബിൾ ആണ് പുറത്ത്. അതെല്ലാം ഗോത്രൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഇൻ കേസ് എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ലൈക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ റിസോഴ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, സോ താങ്ക്സ് എ ലോട്ട് ഫോർ ദിസ്. ആക്ച്വലി ഞാൻ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ബേസിക്കലി ജാവാസ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുന്നത് അതായിട്ട് ഞാൻ വരുന്നതാണ്. So thanks a lot. Bye.